നമസ്കാരം. അതിർത്തി മേഖലയിൽ പാകിസ്ഥാൻ പ്രകോപനം രൂക്ഷമാക്കുകയാണ്. ഈ സാഹചര്യത്തിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സേനാ മേധാവികളുമായി കൂടിക്കാഴ്ച നടത്തി. പ്രതിരോധ മന്ത്രി വിളിച്ച അടിയന്തര യോഗത്തിൽ സംയുക്ത സൈനിക മേധാവി ജനറൽ അനിൽ ചൗഹാൻ, കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി, നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി, വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ SP സിംഗ് എന്നിവരും പങ്കെടുത്തു. വ്യാഴാഴ്ച നടന്ന ഏറ്റുമുട്ടലിന്റെയും തുടർ നടപടികളുടെയും പശ്ചാത്തലത്തിലാണ് ഈ കൂടിക്കാഴ്ച. നിലവിലെ സ്ഥിതിഗതികൾ യോഗം വിലയിരുത്തിയിട്ടുണ്ട്. യോഗശേഷം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. ദേശീയ ഉപദേഷ്ടാവ് അജിത് ഡോവലും പ്രധാനമന്ത്രിക്കൊപ്പം മോദിയെ കാണാനെത്തും. ഇതിന് പിന്നാലെ പ്രധാനമന്ത്രി രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ കണ്ടേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. കഴിഞ്ഞ ദിവസമുണ്ടായ പാക് ആക്രമണവും ഇന്ത്യയുടെ പ്രത്യാക്രമണവും അടക്കം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാവിലെ വരെ നിരീക്ഷിച്ചിരുന്നു. ആഭ്യന്തര സുരക്ഷാ സ്ഥിതി വിലയിരുത്താനായി കേന്ദ്രമന്ത്രി അമിത് ഷായും അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട്. BSF, ITBP, CRPF, RPF തുടങ്ങിയ കേന്ദ്ര സേനകളുടെ മേധാവികളുടെയും യോഗമാണ് അമിത്ഷാ വിളിച്ചിരിക്കുന്നത്. അതേസമയം ജമ്മുവിൽ 7 ജെയ്ഷെ മുഹമ്മദ് ഭീകരരെ സൈന്യം വധിച്ചു. കാശ്മീരിലെ സാംബയിൽ ഭീകരരുടെ നുഴഞ്ഞുകയറ്റ ശ്രമം BSF തകർക്കുകയും ചെയ്തു. ഉറിയിലും പൂഞ്ചിലും ഉണ്ടായ പാക് ഷെല്ലാക്രമണത്തിൽ 2 ഗ്രാമീണരാണ് കൊല്ലപ്പെട്ടത്. ജമ്മു കശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ജമ്മുവിലെ ആശുപത്രിയിലെത്തി പാക് ആക്രമണത്തിൽ പരിക്കേറ്റവരെ സന്ദർശിക്കും. രാജ്യത്തുടനീളം കർശന ജാഗ്രതാ നിർദ്ദേശമാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ചണ്ഡീഗഡിലും പാട്യാലയിലും എയർ സൈറൺ മുഴങ്ങുകയും ജനങ്ങളോട് പുറത്തിറങ്ങരുതെന്ന മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്.